ഒരു കുട്ടി ജനിക്കുമ്പോൾ മുതൽ പാരൻസ് അവരുടെ സ്വപ്നങ്ങൾ നെയ്ത് തുടങ്ങുകയാണ്. അവരെ ഫീഡ് ചെയ്യുന്നിടത്തും കെയർ ചെയ്യുന്നിടത്തുമൊക്കെ ഫ്യൂച്ചറിലേക്ക് എത്രത്തോളം നല്ല രീതിയിൽ ആ കുട്ടികളെ മാറ്റിയെടുക്കാൻ പറ്റും എന്ന ചിന്തകളിലാണ് ഓരോ പാരൻസും തൻ്റെ എല്ലാ കുട്ടികളെയും എന്ത് ചെയ്യുന്നത്, നർച്ചർ ചെയ്ത് കൊണ്ടുപോകുന്നത്. പക്ഷെ നമ്മൾ ഒരു സ്കൂളിലേക്ക് ഒരു കുട്ടിയെ ചേർത്തതിന് ശേഷം പിന്നെ നമ്മൾ ആ കുട്ടികളോടുള്ള ഇൻറ്ററാക്ഷൻസിലൊക്കെ പലപ്പോഴും പല സമയത്തും നമ്മൾ അവരുടെ ബെറ്റർമെൻറ്റ് ആഗ്രഹിച്ചുകൊണ്ട് പറയുന്ന പല കാര്യങ്ങളും അവർക്ക് അത്തരത്തിലല്ല ഫീൽ ചെയ്യുന്നത് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. പ്രത്യേകിച്ച് ഇപ്പോൾ എക്സാം സീസൺ ആണല്ലോ. നമ്മൾ കുട്ടികളുടെ റിസൾട്ട്സിനെ സെലിബ്രേറ്റ് ചെയ്യുന്ന സമയമാണ്. അപ്പോൾ ഈ റിസൾട്ട്സിനെ സെലിബ്രേറ്റ് ചെയ്യുന്ന കാര്യങ്ങളിൽ നമ്മളൊരു കാര്യം ശ്രദ്ധിച്ചില്ലെങ്കിൽ നമ്മൾ ഇവരെ തള്ളിയിടാൻ പോകുന്ന ഒരു വലിയ ചതിക്കുഴിയുണ്ട്. ദാറ്റ്സ് ദ വിന്നിങ് പാരഡോക്സ്. അതെന്താണെന്നല്ലേ ഞാൻ ഷെയർ ചെയ്യാം. പല കുട്ടികളുമായിട്ടുള്ള നമ്മുടെ ഇൻറ്ററാക്ഷൻസിൽ നമ്മൾ അവരുടെ പാരൻസുമായിട്ടുള്ള എക്സ്പീരിയൻസിനെ പറ്റി ചോദിക്കുമ്പോൾ അവർക്ക് ഭയങ്കരമായി വേദനിക്കുന്ന അല്ലെങ്കിൽ അവരെ ഭയങ്കരമായി ബാധിച്ച ഒരു എക്സ്പീരിയൻസ് എന്താണെന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് വളരെ കോമൺ ആയി കാണുന്ന ഒരു ആൻസർ ഉണ്ട്. ഒരു ടെസ്റ്റിൽ കുട്ടി നന്നായിട്ട് എഫേർട്ട് ഇട്ട് അത് പെർഫോം ചെയ്തു. ഈവൻ 50 ഒരു കുട്ടിക്ക് എന്ത് ചെയ്തു, 46 മാർക്ക് കിട്ടി അല്ലെങ്കിൽ 48 മാർക്ക് കിട്ടി. അപ്പോൾ ഈ ഒരു 46 മാർക്ക് കിട്ടിയ ഒരു ഇൻഫർമേഷൻ തൻ്റെ പാരൻറ്റിനോട് പറയുമ്പോൾ അല്ലെങ്കിൽ ഒരു പാരൻസ് മീറ്റിങ്ങിൽ വന്ന് ആ ഒരു പാരൻറ്റ് ഈ ഒരു വിഷയം അറിയുമ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് മിസ്സായ 4 മാർക്ക് ഏത് എന്നുള്ളതാണ്, അല്ലെങ്കിൽ മിസ്സായ 2 മാർക്ക് ഏത് എന്നുള്ളത്. ഈ ഒരു ക്വസ്റ്റ്യൻ കുട്ടികളെ പലപ്പോഴും പല രീതിയിലും മോശമായിട്ട് നെഗറ്റീവായിട്ടാണ് അവരെ അത് ബാധിക്കുന്നത്. നമ്മളെപ്പോഴും ഔട്ട്കമ്മിനെ അപ്രീഷിയേറ്റ് ചെയ്ത് ശീലിച്ചവരാണ്. പ്രോസസ്സിനെ അപ്രീഷിയേറ്റ് ചെയ്യുന്ന ഒരു രീതി നമ്മളെപ്പോഴും മറന്നുപോയിട്ടുണ്ട്. അപ്പം ഞാൻ നിങ്ങളോട് പറയുന്നത് എന്താ വെച്ചെങ്കിൽ നമ്മളെ കുട്ടികളെ നെർച്ചർ ചെയ്യുന്ന സമയത്ത് തീർച്ചയായിട്ടും ഒരു കോമ്പിറ്റൻ്റ് ആയിട്ടുള്ള വേൾഡാണ് നമ്മുടെ കുട്ടികൾ അഭിമുഖീകരിക്കുന്നത്. അവരുടെ പരീക്ഷകളാണെങ്കിലും അവരെഴുതുന്ന അവർ പോകുന്ന ഓരോ അവരുടെ മേഖലകളാണെങ്കിലും എല്ലാം അതിശക്തമായ കോമ്പിറ്റൻസിൻ്റെ കാലഘട്ടം തന്നെയാണ്. അപ്പം ആ സമയത്ത് ഔട്ട്കം എന്നത് ഇമ്പോർട്ടൻ്റ് തന്നെയാണ്. പക്ഷെ അത് നമ്മുടെ കുട്ടികളുടെ മുമ്പിൽ നമ്മൾ എങ്ങനെ പ്രസൻറ്റ് ചെയ്യുന്നു, ഒരു ത്രെട്ടായി അവർക്ക് പ്രസൻറ്റ് ചെയ്യുന്നുണ്ടോ അതല്ല ഒരു ചലഞ്ചായിട്ടാണോ പ്രസൻറ്റ് ചെയ്യുന്നതെന്നുള്ള കാര്യം വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വിഷയമാണ്. സോ വാട്ട് ഈസ് ദ ഡിഫറൻസ്? ഒരു കാര്യം നിങ്ങൾ ത്രെട്ടായി വെക്കുമ്പോഴും ഒരു കാര്യം നിങ്ങൾ ചലഞ്ചായിട്ട് മുന്നോട്ട് വെക്കുമ്പോഴും എന്ത് ഡിഫറൻസ് ആണ് ഇത് കുട്ടികളിൽ ഉണ്ടാക്കുന്നത്? ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. ഇപ്പം നേരത്തെ ഈ പറഞ്ഞ വിഷയത്തിൽ ഈ കുട്ടിയോട് നിങ്ങൾ ആദ്യം തന്നെ ഒരു 2 മാർക്ക് അവർക്ക് നഷ്ടപ്പെട്ട അവരുടെ നഷ്ടത്തെയാണ് നിങ്ങൾ പ്രയോറിറ്റൈസ് ചെയ്ത് ചോദിക്കുന്നതെങ്കിൽ ഇതൊരു ത്രെട്ടായി കാണുന്ന കുട്ടി നിങ്ങളുടെ നർച്ചറിങ് കാരണം അല്ലെങ്കിൽ ആ പാരൻറ്റിൻ്റെ നർച്ചറിങ് കാരണം ത്രെട്ടായിട്ടാണ് കുട്ടി മനസ്സിലാക്കിയതെങ്കിൽ ആ കുട്ടിക്ക് ആങ്സൈറ്റി ഡെവലപ്പ് ചെയ്യാൻ തുടങ്ങും. ഈ 2 മാർക്കിൽ എൻ്റെ വാലിഡേഷൻ ഉണ്ട്. ചെറിയ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം 6ഓ 7ഓ 8ഓ ഒക്കെ പഠിക്കുന്ന കുട്ടികൾക്ക് IITകളും IIScകളും ഐസറുകളും ജിപ്മറും ഒക്കെ എന്താണെന്നോ അവരുടെ ഫ്യൂച്ചർ എങ്ങോട്ടേക്ക് കൊണ്ടുപോകണമെന്നൊന്നല്ല അവർ ആലോചിക്കുന്നത്. അവരുടെ മോട്ടിവേറ്റിംഗ് ഫാക്ടർ എന്ന് പറയുന്നത് എൻ്റെ പാരൻസിൻ്റെ ഇടയിൽ അല്ലെങ്കിൽ എൻ്റെ സിബ്ലിങ്സിൻ്റെ ഇടയിൽ എൻ്റെ ഫേവറേറ്റ് ടീച്ചറുടെ ഇടയിൽ ഞാൻ വാലിഡേറ്റ് ചെയ്യപ്പെടണം, എനിക്ക് പ്രൈസ് വാങ്ങണം എന്നുള്ള കുഞ്ഞു മോട്ടിവേഷൻ കാര്യങ്ങളാണ്, എയിമുകളാണ് അവർക്ക് ഉണ്ടാവുന്നത്. അപ്പം ഇത്തരം എയിമുകളാണ് അവരുടെ എഫേർട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി പ്രാപ്തരാക്കുന്നത്. ആ സമയത്ത് നമ്മളവിടെ ഒരു ലോസിലേക്ക് കൂടുതൽ പ്രാധാന്യം കൊടുത്ത് അതൊരു ത്രെട്ടായി അവരുടെ മുന്നിലേക്ക് പ്രസൻറ്റ് ചെയ്യുമ്പോൾ അവരെന്തിനാണ് ഈ എഫേർട്ട് ഇട്ടത് എന്ന ആ ഒരു വാലിഡേഷൻ പോയിന്റിനെ നമ്മൾ മാറ്റി കൊടുക്കുകയാണ്. അതായത് അവരുടെ വാലിഡേഷനെ തന്നെ ക്വസ്റ്റ്യൻ ചെയ്യുന്ന രീതിയിൽ അവർ ആ ഒരു ചോദ്യത്തെ എടുക്കുകയും അത് അവരുടെ പെർഫോമൻസിനെ വീണ്ടും വീക്കറാകുകയും നിങ്ങൾ തമ്മിലുള്ള ഒരു കണക്ഷൻ, നിങ്ങൾ തമ്മിലുള്ള ഒരു ഇൻട്രാക്ഷൻ അത് വളരെയധികം മോശം അവസ്ഥയിലേക്ക് എത്തിപ്പെടുകയും ചെയ്യും എന്നുള്ളതാണ് യാഥാർത്ഥ്യം. സോ എങ്ങനെ ഇതൊരു ചലഞ്ചായിട്ട് പ്രസൻറ്റ് ചെയ്യാം? ചലഞ്ചായിട്ട് നിങ്ങൾ എങ്ങനെയാണ് ഈ കുട്ടികളിലുള്ള പരീക്ഷകളിലുള്ള അവരുടെ പെർഫോമൻസിനൊക്കെ അവർക്കൊരു ചലഞ്ചായിക്കൊണ്ട് നിങ്ങൾ മാറ്റിയെടുക്കുമ്പോൾ ഉണ്ടാവാൻ പോകുന്ന മാറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ പ്രോസസ്സിലേക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നവരായിരിക്കും. വിന്നിങ് പാരഡോക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു കുട്ടിയെ ഔട്ട്കമ്മിലേക്ക് കൂടുതലായി ശ്രദ്ധിച്ച് പ്രോസസ്സിലേക്ക് എൻകറേജ്മെൻറ്റും അപ്രീസിയേഷനും കൊടുക്കാതെ ഫോക്കസ് ചെയ്ത് കൊണ്ടുപോയി കഴിഞ്ഞാൽ ആ കുട്ടിക്ക് ഫെയിൽ ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. അക്കാഡമിക്സിൽ എന്നല്ല, ആ കുട്ടിയുടെ ഒരു ഓവറോൾ വെൽബീയിങ്ങിൽ ആ കുട്ടി ഫെയിലായി പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മൾ കുട്ടികളെ എൻകറേജ് ചെയ്യേണ്ടത് ഔട്ട്കം എന്നതിനേക്കാൾ ഉപരിയായിക്കൊണ്ട് നമ്മൾ എൻകറേജ് ചെയ്യേണ്ടത് അവരുടെ പ്രോസസ്സിനെയാണ്. അതുകൊണ്ട് തന്നെ ഒരു കുട്ടി പ്രോബ്ലം സോൾവ് ചെയ്യുമ്പോൾ ഒരു ചലഞ്ച് സോൾവ് ചെയ്തു എന്ന രീതിയിൽ വേണം ആ കുട്ടിക്ക് അത് ഫീൽ ചെയ്യാൻ. മറിച്ച് ഒരു ത്രെട്ട് ഞാൻ മറികടന്നു, പാസ്സായി അല്ലെങ്കിൽ 49 കിട്ടി, ഇനി എനിക്ക് എൻ്റെ ഫാദർ ഫിഗറിൽ നിന്നുള്ള അല്ലെങ്കിൽ മദറിൽ നിന്നുള്ള ഒരു ഇൻവാലിഡേഷൻ കിട്ടില്ലല്ലോ എന്നുള്ള ഒരു ത്രെട്ടിൽ നിന്ന് ആ കുട്ടി എസ്കേപ്പ് ചെയ്തതായിട്ടുള്ള ഒരു ഫീലിംഗ് ആണ് നമ്മളുടെ ഇൻട്രാക്ഷൻ കാരണം നമ്മൾ അവർക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ
we are not feeding them to be better, we are losing them. So dear parents, feed them knowledge, not fear. Give them challenges, not threat. Appreciate the right efforts, not the results. Everything else will follow. അതുകൊണ്ട് തന്നെ ഇപ്പോൾ എക്സാം സീസൺ ആണ്. നിങ്ങളെ കുട്ടികൾ എക്സാമുകൾ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്നവരാണ്, ഒരുപാട് പേര് കഴിഞ്ഞവരുണ്ടാകും. അതുപോലെ എക്സാമുകളിലുള്ള ആങ്സൈറ്റികളും മറ്റൊക്കെ എങ്ങനെ നമ്മൾ ഡീൽ ചെയ്യണം എന്നതിനെ പറ്റിയിട്ടുള്ള ഒരു ഷോർട്ട് PDF നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഒരു ഫോം ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഫ്രീ ആയിട്ട് അയച്ചു തരുന്നതായിരിക്കും. സോ നിങ്ങൾ കുട്ടികൾക്ക് വേണ്ടിയിട്ട് നിങ്ങളത് ഫില്ല് ചെയ്യുക. അതിലുള്ള ടെക്നിക്സും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തുകൊണ്ട് ബെറ്റർ ആയിട്ട് പെർഫോമൻസിന്, ബെറ്റർ ആയിട്ടുള്ള എഫേർട്ടിന് വേണ്ടിയിട്ട് നിങ്ങൾ നിങ്ങളുടെ കുട്ടികളെ സപ്പോർട്ട് ചെയ്യുക.